ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സഖാവ് പിണറായി വിജയനെ ഇത്രയധികം വിമർശിച്ചിട്ടുള്ള മറ്റൊരാളുണ്ടാവില്ല. ദേവനുണ്ടല്ലോ, സഖാവ് പിണറായി വിജയൻ, നമ്മുടെ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്നും അവൻ വീഡിയോ ഇടാൻ തുടങ്ങിയ കാലം മുതൽ സഖാവ് പിണറായി വിജയനെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേ ഞാൻ പറഞ്ഞതാ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ ആരിടരുത് മുക്കുവെന്ന്. ഇപ്പൊ മുക്കിയിട്ടില്ല, പക്ഷേ ചില്ലിക്കാശ് ചെലവാക്കില്ല മുഖ്യമന്ത്രിയുടെ. അവൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ സഖാവിനെ കളിയാക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരുത്തനുള്ള വീഡിയോ ആണ്. ഇവിടെ ആണെങ്കിൽ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് 5 പൈസ ആർക്കും കൊടുക്കുന്നുമില്ല. ഇവൻ ഏറെ കാലമായി എന്നും വീഡിയോ ചെയ്തിട്ടുള്ള മുഴുവൻ സഖാവ് പിണറായി വിജയനെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവമാനിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഇവനായിരിക്കും. ഇവന്റെ വീഡിയോകളാണ്. എന്നാടാ പിണറായി സർക്കാർ ഇങ്ങ പണി വെച്ചിരിക്ക. നമ്മൾ പതിക്കുന്നത് വയനാട് ടൗൺഷിപ്പിലാണ്. ഇവിടെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു രക്ഷയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെയാണ് വിഷമിറക്കിയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി സഖാവ് പിണറായി വിജയനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്ന ഒരു വീഡിയോയാണ്. നമുക്ക് ആ വീഡിയോ കാണാം. ഒരു രക്ഷയില്ല, തറയ്ക്ക് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഗവൺമെന്റിനെ വിമർശിക്കുന്നതാണ്, പിണറായി വിജയനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് തെറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. 410 വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള പണം സമാഹരിച്ച പണം മുഴുവൻ മുക്കി എന്നാണ് ഇവൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവനെ കൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറയിപ്പിച്ചു സഖാവ് പിണറായി വിജയൻ. അതാ ഈ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിന് വേണ്ടി അഹോരാത്രം ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു രക്ഷയില്ല. എന്ത് ചെയ്തു വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് സാധാരണ നമ്മൾ ഒരു വീട് കുറച്ച് പൈസയൊക്കെ വെച്ച് കെട്ടു നടക്കുന്നല്ല. ഇത് ഭയങ്കരമായിട്ട് ബീമും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി വലിയൊരു പ്രളയം വന്നാൽ പോലും ഇത് ഇടിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ. വയനാട് ദുരന്തത്തിൽ ഉറ്റവരും മുടിയവരും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് കേരള സർക്കാർ ഇന്നൊരു കൈത്താങ്ങായി. വയനാട് കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ടൗൺഷിപ്പ്, 410 മനോഹരമായ വീടുകൾ. അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഇത്രയും മനോഹരമായ വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിച്ചിരുന്നു. മല്ലു ബോയ്സ് ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത് മുഴുവൻ സഖാവ് പിണറായി വിജയനെ കുറ്റം പറയാൻ മാത്രമായിട്ടായിരുന്നു. ഇന്നാണ് ശരിയായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ പെൻഷൻ കാശ് മുക്കി, പാവങ്ങളുടെ പണം മുക്കി എന്ന് മാത്രം വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഇത്രയും മനോഹരമായ 410 വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൽ 175 വീടുകൾ പണി പൂർത്തിയായി. ആ നഷ്ടപ്പെട്ടവർക്ക് അത് എത്രയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ വീഡിയോ കാണുമ്പോഴും ഈ ടൗൺഷിപ്പിന്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രയധികം കേരള സർക്കാർ ഈ പാവങ്ങൾക്ക്, ഈ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി മാറിയിരിക്കുന്നു എന്ന്. ഫർണിച്ചർ, ഡോറ്, കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. എന്തുവായാലും ഇതിന് 100-ൽ 110 മാർക്ക് കേരള സർക്കാരിന് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു പ്രളയം വന്ന കേരള മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഒരുപാട് പേരുടെ കമന്റുകളുണ്ടായിരുന്നു. ഒരുപാട് പേര് പറയുന്നത്, ചില ആളുകൾ ഒന്നും തന്നെ മനസ്സിലാക്കാതെയും അറിയാതെയാണ് പറയുന്നത് ഇനി കേരള മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന്. പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ശരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ പോരാടുന്ന ഓരോ അമ്പുകളും കൃത്യമായി തന്നെ കൊള്ളും. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷം. വെറുതെ കോമാളിത്തരവും കുറെ നുണകളും പറയുന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷമേ അല്ല. അങ്ങനെയുള്ള ഒരാൾ കേരള മുഖ്യമന്ത്രി ആവുന്നൊക്കെ കമന്റുകൾ പറയുകയും ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. 1000 നുണകൾ മാത്രം പറഞ്ഞ ശീലമുള്ള ഒരാളാണ്. വയനാട്ടിൽ ദുരിതബാധിതർക്കായിട്ട് 300 വീട് കോൺഗ്രസിന്റെ വക ഞാൻ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് വി ഡി സതീശൻ. 100 വീട് കോൺഗ്രസിന്റെ വക, അതുമാതിരി 100 വീട് കർണാടക ഗവൺമെന്റുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കിയതിനു ശേഷം രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ട ഒരു 100 വീട്, അങ്ങനെ മുസ്ലിം ലീഗിന്റെ വക ഒരു 100 വീട്, അങ്ങനെ 300 വീട് ഞങ്ങൾ പണിത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് എവിടെയാണ് ഈ 300 വീട്? എവിടെയാ പണിതിരിക്കുന്നത്? ആ 300 വീട് പോയിട്ട് ഒരു വീടിന് പോലും തറക്കല്ലിടാൻ സാധിച്ചില്ല. ഇത്രയും വായു പൊളിച്ച നുണപറകൾ പറയുന്ന ഒരാളെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയായി സങ്കല്പിക്കുകയല്ല, കേരള മുഖ്യമന്ത്രിയായാൽ കേരളം തന്നെ ഒരു മതഭ്രാന്താലയമാകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ BJP RSS നടപ്പിലാക്കുന്ന അജണ്ടകളെല്ലാം അവർ നടപ്പിലാക്കും. വർഗീയ പാർട്ടികൾക്ക് വളരാൻ വളരെ എളുപ്പമാകും. അതുകൊണ്ട് ഈ വർഗീയ പാർട്ടികളെ നമ്മൾ കേരളത്തിൽ അടുപ്പിക്കാനേ പറ്റത്തില്ല. കേരളത്തിൽ മതസൗഹാർദ്ദത്തോടെയാണ് കഴിയുന്നത്. ഇവിടെ എല്ലാവരും ഒന്നാണ്. അപ്പൊ എല്ലാവരും ഒന്നായി ഇനിയും ഇതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ ആരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വർഗീയ പാർട്ടികളെ എതിർക്കാൻ ശക്തിയുള്ള ഒരേ ഒരു നേതാവും ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. ആളുകൾ പറയും പിണറായി വിജയന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ല ഈ വികസനങ്ങൾ ചെയ്യുന്നത്, എന്റെയും നിങ്ങളെ പോലെയുള്ളവന്റെ നികുതി പണം കൊണ്ടാണെന്ന്. അതെ,
എല്ലാവരുടെയും നികുതി പണം കൊണ്ടും പല ആളുകളിൽ നിന്റെ സഹായം കൊണ്ട് തന്നെയാണ് ഈ വികസനങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഈ 410 മനോഹരമായ വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചതും പല ആളുകളുടെയും സഹായം കൊണ്ട് തന്നെയാണ്. ആ പണം ഉപയോഗിച്ച് ഇത്ര മനോഹരമായി ചെയ്തു തീർക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ചങ്കൂറ്റമുള്ള ഏത് സർക്കാർ ഉണ്ടായിരുന്നു മുമ്പ്? തന്നെ ഒരുപാട് വിമർശിച്ച ഏറ്റവും കൂടുതൽ വ്യക്തി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പിണറായി വിജയനെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളി പരിപാടിയാണ്, ഇത് സൂപ്പർ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഒരു 1.5 വീടാണ്. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് നികുതി പണം വാങ്ങിച്ച് ഖജനാവ് നിറച്ചുകൊണ്ട് മാത്രമായില്ല, അത് വികസനങ്ങൾ നടത്താനും വേണം ഒരു ചങ്കൂറ്റം. അത് ഉള്ളത് LDF സർക്കാരിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വികസനത്തിനും മതസൗഹാർദ്ദം നിലനിൽക്കാനും LDF സർക്കാർ കൂടിയേ തീരൂ. ബഹുമാന്യനായ ആരാധ്യനായ സഖാവ് പിണറായി വിജയൻ തന്നെ അടുത്ത കേരള സംസ്ഥാന മുഖ്യമന്ത്രി. നാടിന്റെ നന്മയ്ക്കായി വികസനത്തിനായി തുടർഭരണം വേണം.